ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈക്കിൻ്റെ മാക്സിമം നോയ്സ് റിഡക്ഷനിൽ ഇട്ടുകൊണ്ടുള്ള സൗണ്ടും, ഇത് നോയ്സ് റിഡക്ഷൻ ഇല്ലാത്ത നമ്മുടെ സാധാരണ വയേർഡ് മൈക്കും. രണ്ട് മൈക്കും ഈ ഒരു റിസീവറും കൂടെ ഉള്ളതിന് എനിക്ക് 2000 രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുഴക്കമുള്ള ശബ്ദമായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് പ്രോ റിവ്യൂസ്. വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്ളോഗേഴ്സിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വയർലെസ് മൈക്കിനെ കുറിച്ചാണ്. ഈ മൈക്കിന് രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ഇതിന് 2000-ൽ താഴെയാണ് വില വരുന്നത്. 2000-ൽ താഴെ വില വരുന്നതിനകത്ത് നിങ്ങൾക്ക് രണ്ട് മൈക്കും ഒരു റിസീവറുമാണ് കിട്ടുന്നത്, അതും വയർലെസ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു കാര്യമാണ്. അതായത് ഇതിൽ നോയ്സ് റിഡക്ഷൻ ഉണ്ട്. നോയ്സ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ നോയ്സ് റിഡക്ഷൻ ഒന്നുമല്ല, നല്ല ഒന്നൊന്നര നോയ്സ് റിഡക്ഷൻ തന്നെയാണ് ഇതിനകത്ത് തരുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതൊരു വയർലെസ് മൈക്കാണ്. അപ്പോൾ ഈ കിറ്റിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ മൈക്കിൻ്റെ ഒരു കിറ്റുണ്ട്. അതുകൂടാതെ ഒരു യൂസർ മാനുവലും തന്നിട്ടുണ്ട്. ഈ കിറ്റിനകത്ത് നമുക്ക് രണ്ട് മൈക്കുകൾ അവൈലബിൾ ആണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള രണ്ട് മൈക്കുകളാണിത്. അതുകൂടാതെ ഒരു റിസീവറും കൂടെ ഉണ്ട്. ഇത്രയുള്ള വളരെ ഒരു റിസീവറാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് USB-C പോർട്ടാണ്. ഇത് കൂടാതെ നമുക്ക് ആപ്പിളിൻ്റെ പോർട്ടും കൂടെ അവൈലബിൾ ആണ്. ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഇനിയും നിങ്ങളുടെ ഫോണ് സാധാരണ മൈക്രോ USB ആണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു മൈക്രോ USB to USB-C അഡാപ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്, ഇത് ചാർജ് ചെയ്യാനായിട്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഒരു ആപ്പിൻ്റെ ആവശ്യമില്ല, വേറെ ഒരു മോഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് ചെയ്യുന്ന ആ പോർട്ടിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതി. അതോടുകൂടി ഇത് കണക്റ്റഡ് ആയി കഴിഞ്ഞു. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു റെഡ് ലൈറ്റ് കത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ മൈക്ക് ഓണാക്കാൻ പറ്റും. മൈക്കിൽ ഇവിടെ ആയിട്ട് ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ പവർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈക്ക് ഓണാവും. ഇവിടെ ഗ്രീൻ കളർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഇത് പെയർ ചെയ്യുന്ന ടൈമാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൈക്ക് ഇതിൽ പെയർ ആയിക്കോളും. അതേപോലെ തന്നെ ഈ മൈക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും ഈ ഒരു റിസീവറുമായിട്ട് സിങ്ക് ആയിക്കോളും. പിന്നെ നേരെ നമ്മൾ യൂസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിനകത്ത് വേറെ ആപ്പുകളോ ക്യാമറ ആപ്പോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡീഫോൾട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ക്യാമറ ആപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി. ക്യാമറ ഓൺ ആക്കുമ്പോൾ മുതൽ ഈ മൈക്കിനകത്തുനിന്ന് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. നിലവിൽ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വയേർഡ് മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ ഒരു നോയ്സി എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് ഇത് ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഇതിൻ്റെ നോർമൽ മോഡും നോയ്സ് റിഡക്ഷൻ മോഡും, അത് കൂടാതെ തന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വയേർഡ് മൈക്കും, ഈ വയേർഡ് മൈക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഔട്ട്ഡോറിൽ നിന്ന് നിങ്ങളെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ലാസ്റ്റിൽ കേൾപ്പിച്ച് തരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കിറ്റിന്, അതായത് രണ്ട് മൈക്കും ഈ ഒരു റിസീവറും കൂടെ ഉള്ളതിന് എനിക്ക് 2000 രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ. ഒരു മൈക്കും റിസീവറും മാത്രം മതി എന്നുണ്ടെങ്കിൽ 1500-ൽ താഴെയായിരിക്കും ഇതിന് വില വരുന്നത്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഒന്നോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം 10 മണിക്കൂറോളം ഇത് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് കമ്പനി പറയുന്നത്. ഇനി നേരെ നമ്മുടെ ഉടുപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതോടുകൂടി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞത് ഇതിൻ്റെ നോയ്സ് റിഡക്ഷൻ ആണ്. നോയ്സ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ 3 ലെവൽ നോയ്സ് റിഡക്ഷൻ ആണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഈ ഒരു മൈക്കിൽ നേരത്തെ പറഞ്ഞ പവർ ബട്ടൺ, ഈ പവർ ബട്ടണിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു തവണ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് ഒരു തവണ ഫ്ലാഷ് ആവും.
അങ്ങനെ ഫ്ലാഷ് ആയാൽ നോയിസ് റിഡക്ഷൻ ലെവൽ 1 എത്തുന്നത്. ഒരിക്കൽ കൂടെ പ്രസ് ചെയ്താൽ ലെവൽ 2, ഒരിക്കൽ കൂടെ പ്രസ് ചെയ്താൽ ലെവൽ 3. ഇങ്ങനെ 3 ലെവലിലാണ് വരുന്നത്. മൂന്നാമത്തെ ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ആവശ്യമില്ലാത്ത ശബ്ദങ്ങളും ഭയങ്കരമായിട്ട് നമുക്ക് ഇതിനകത്ത് കേൾക്കത്തില്ല. നമ്മൾ പറയുന്ന സൗണ്ട് മാത്രമായിരിക്കും ഇതിനകത്തൂടെ വരുന്നത്. വളരെ ചെറിയൊരു നേർത്ത സൗണ്ട് മാത്രമേ ഭയങ്കരമായിട്ടുള്ള എൻവയോൺമെൻറ്റൽ നോയ്സ് ഇതിനകത്തേക്ക് വരത്തുള്ളൂ. അല്ലാണ്ട് യാതൊരു പ്രശ്നവും നമുക്ക് വരത്തില്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ ഈ പവർ ബട്ടണിൽ തന്നെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് മ്യൂട്ടാവും. പിന്നെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ല. 3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്കോ മോഡിലേക്ക് പോകും. എക്കോ മോഡിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാത്റൂമിനകത്ത് നിന്നോ അല്ലെങ്കിൽ മൈക്കിൽ എക്കോ കൂട്ടി വെച്ച് സംസാരിച്ചാൽ എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും വരുന്നത്. ഇതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ കേൾപ്പിച്ച് തരുന്നതായിരിക്കും. ഇനി ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലി എക്സ്പ്രസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഒരു ചൈനീസ് വെബ്സൈറ്റാണ്. അതിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഷിപ്പിംഗ് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ കയറി നോക്കുക. ഇനി ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വാങ്ങിക്കും എന്നുള്ളതാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ടുള്ള ആർക്കെങ്കിലും അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവർ നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് കൊറിയറായിട്ടോ നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് അയച്ചു തരാം. എന്തായാലും 2000-ൽ താഴെ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ ടാക്സും മറ്റു കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് വരുത്തുമില്ല. ഇനി ഏതായാലും നമുക്ക് ഈ മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ്. ഇതിൽ ഞാൻ നോയിസ് റിഡക്ഷൻ ലെവൽ 3 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം. നോയിസ് റിഡക്ഷൻ്റെ ലെവലുകൾ ഞാൻ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എക്കോ മോഡും മ്യൂട്ട് മോഡും മാത്രമായിരിക്കും ഈ ഒരു അവസരത്തിൽ കാണിക്കുന്നത്. മ്യൂട്ട് ആക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാം. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ 3ാമത്തെ മോഡെന്ന് പറയുന്നത് എക്കോ മോഡ്. അത് ഞാൻ പ്രസ് ചെയ്ത് തരാം. 3 തവണ ഞാൻ ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. 3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുഴക്കമുള്ള ശബ്ദമായിരിക്കും. ബാത്റൂമിനകത്തൊക്കെ നിന്ന് സംസാരിക്കുന്നത് പോലെയുള്ള മുഴക്കമുള്ള ശബ്ദമായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു മോഡ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഒരു വെറൈറ്റിക്ക് കേൾക്കാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. വീണ്ടും നമ്മുടെ നോർമൽ മോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല നോയ്സി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്തുള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ വയർലെസ് മൈക്കിന്റെ നോയിസ് റിഡക്ഷൻ ലെവൽ 3 വെച്ചിട്ടാണ്. അതായത് ഏറ്റവും മാക്സിമം നോയിസ് റിഡക്ഷൻ കിട്ടുന്ന ആ ഒരു മോഡിലാണ്. ഇനി ഈ ഒരു മൈക്കും നോയിസ് റിഡക്ഷൻ ഇല്ലാത്ത എൻ്റെ വയേർഡ് മൈക്കും കൂടെ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള സൗണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വയേർഡ് മൈക്കിലുള്ള നോയിസ് റിഡക്ഷൻ ഒന്നും ഇല്ലാത്ത നോർമൽ വോയിസ് ആണ്. അപ്പോൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്ന ആ നോയിസ് റിഡക്ഷൻ വെച്ചിട്ടുള്ള സൗണ്ടും ഇപ്പോൾ സാധാരണ നമ്മുടെ മൈക്കിൽ കൂടെ കേൾക്കുന്ന ഈ ഒരു സൗണ്ടും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ മൈക്കിൻ്റെ മാക്സിമം നോയിസ് റിഡക്ഷനിൽ ഇട്ടുകൊണ്ടുള്ള സൗണ്ടും ഇത് നോയിസ് റിഡക്ഷൻ ഇല്ലാത്ത നമ്മുടെ സാധാരണ വയേർഡ് മൈക്കും. ഇതാണ് ഈ മൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൈ സ്പീഡിൽ കറങ്ങുന്ന ഒരു ഫാനിൻ്റെ അടിയിൽ നിന്നാൽ അതേ ഫാനിൻ്റെ അടിയിൽ വയേർഡ് മൈക്കിൽ നിലവിൽ ഞാൻ കുറേ തവണ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സോ പെർഫെക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതും 2000 രൂപയ്ക്ക് താഴെ ഇത്രയും നല്ല ഡ്യുവൽ വയർലെസ് മൈക്ക് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. കാരണം റോഡിന്റെ ഒരു ഡ്യുവൽ മൈക്കിന്റെ ഒരു സെറ്റൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30,000-ന് മുകളിൽ വിലയാവും. അതിന്റെ 10-1 താഴെ വിലയിലാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും ഏത് രീതിയിൽ നോക്കിയെന്ന് പറഞ്ഞാലും വളരെയധികം ലാഭം തന്നെയാണ് ഈ ഒരു മൈക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷഭ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.